വെച്ചാൽ ഭയങ്കര നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്, സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് അൽമട്ടി കസാക്കിസ്ഥാനിൽ. അങ്ങനെ ഇപ്പോൾ നമ്മൾ എണീറ്റു. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞ്. എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ കുറച്ചെങ്കിലും വെളിച്ചം വരുന്നത്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. മൊത്തം ഐസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഭയങ്കര ഒരു പൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സ്നോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ള്, ഒരുമാതിരി ഭയങ്കര ഫീലിങ്സാണ്. നല്ല രസമുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ മേത്തോട്ടൊക്കെ ഇങ്ങനെ ഇത് സ്നോ ഒക്കെ വീഴുമ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ ആണെങ്കിലും വിറച്ചിട്ട് ഭയങ്കര തണുപ്പ്, കൈയൊക്കെ വേദനിക്കുന്നു. ഞാൻ ഇപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് ചെയ്യുന്നത്. പക്ഷെ ഒട്ടും പറ്റുന്നേ ഇല്ല, തണുത്തിട്ട് ഭയങ്കര തണുപ്പാണ്. കൈയൊക്കെ മരവിച്ച് പോയതുപോലെ തോന്നി. ഇപ്പോഴും ചെറുതായിട്ട് സ്നോഫോൾ ഉണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ചെറുതായിട്ട് ജസ്റ്റ്. ഇന്നും ഇതിൽ നമ്മൾ ഗൂഗിളിൽ വെതർ നോക്കിയപ്പം കാണിക്കുന്നത് ഇന്നും സ്നോഫോൾ ഉണ്ടെന്ന്, ഡേ ഫുള്ള്. പിന്നെ ഇപ്പം 10:30 മണിയായിട്ട് കണ്ട ആരും ഇറങ്ങിയിട്ടില്ല. എല്ലാവരും കാറിൽ ഇന്നലെ രാത്രി പാർക്കിംഗ് ചെയ്തത് അതുപോലെ തന്നെ ഇരിക്കുന്നു. ആരും ഇപ്പം രാവിലെ എണീച്ചിട്ട് എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. പിന്നെ അത്രയും തണുപ്പ്, അങ്ങനെ രാവിലെ ഒന്നും ഇങ്ങനെ എണീറ്റ് പോകാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ രാത്രിയും അങ്ങനെ. ഇവിടെ പെട്ടെന്ന് രാത്രിയാവും. 6 മണിയൊക്കെ ആകുമ്പം എല്ലാ കടകളൊക്കെ അടച്ച്. പിന്നെ ഡ്രസ്സിൻ്റെ കടകളൊക്കെ. ഞങ്ങൾ ഇന്നലെ ജാക്കറ്റ് നോക്കാനൊക്കെ ഒരു മാർക്കറ്റിൽ പോയായിരുന്നു. അപ്പം അവിടെ പോകുമ്പോൾ 6 മണിയൊക്കെ ആകുമ്പോൾ എല്ലാം കടകളൊക്കെ ക്ലോസ് ആയി. പിന്നെ ഇരുട്ടായതുകൊണ്ടായിരിക്കും ചിലപ്പം എല്ലാവരും പെട്ടെന്ന് കടകളൊക്കെ ക്ലോസ് ചെയ്യുന്നത്. 10 മണിയായിട്ടും ഇവരെണീറ്റിട്ടില്ല. ഇവർ രണ്ടുപേരും നല്ല ഉറക്കില്ല. പിന്നെ നമുക്ക് ഈ ബെഡാണ് കിട്ടിയത്. അപ്പം 3 പേർക്ക് നമുക്ക് കുറേ സ്ഥലം വേണം കിടക്കാൻ. സീസണിന് കുറേ സ്ഥലം വേണം. അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നത്. അപ്പോൾ അവന് സ്ഥലം തികയത്തില്ലായിരുന്നു കിടന്നപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ആ ബെഡ് താഴെ എടുത്തിട്ട് ഇങ്ങനെ വട്ടത്ത് കിടന്നു. അപ്പോൾ പിന്നെ സ്ഥലം ഉണ്ടല്ലോ. കാല് കുറച്ച് പുറത്താവുമായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അവൻ നല്ലപോലെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വട്ടത്താണ് കിടന്നു. ഇവിടെ ഒരു കുഞ്ഞ് ഐസിൽ വീണ് മറിഞ്ഞ് കളിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി കുറച്ച് സമയം ഈ പാർക്കിൽ പോയിട്ട് സീസനെ കളിപ്പിച്ചായിരുന്നു. രാത്രി നല്ല രസമുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ കുറച്ച് കളിക്കാൻ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുറേ സമയം വരെ പിള്ളേർ ഈ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇത് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കെന്ന് തോന്നുന്നു. അപ്പം അവിടെ രാത്രി ഇവിടെയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് അവിടെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സീസനെ കൊണ്ടുപോയിട്ട് കുറച്ച് സമയം കളിപ്പിച്ചു. ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതെവിടെ നോക്ക്. ഒരാൾ രാവിലെ തന്നെ കരഞ്ഞോണ്ടായി എണീക്കുന്നത്. അയ്യോ, കയ്യല്ലേ. ഇപ്പൊ നല്ല സ്നോഫോളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങുക. അറിയത്തില്ല പുറത്ത് പോയിട്ട് ഇനി എന്താവുന്നു. ജീസുവിന് ജാക്കറ്റ് ഇടണം. അവന് ജാക്കറ്റ് ഇടാൻ സമ്മതിക്കില്ല. അപ്പൊ വിചാരിച്ച് താഴെ ഇറങ്ങിയിട്ട് ഇടാം. അങ്ങനെ ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാ. ചേച്ചി എങ്ങോട്ട് പോവാ നമ്മള്? എവിടെ പോവാ പറ. ക്യാപ്പ് വേണ്ട കുഞ്ഞിന്? ഹായ് പറ. ബൈ ടാറ്റ പറ. ഹായ് ചേച്ചി ഒരു അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സിസുവിന് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റാക്കി. ഇവൻ ആദ്യമൊന്നും സമ്മതിക്കില്ലായിരുന്നു. ജാക്കറ്റ് ഇടാനോ ഗ്ലൗസ് ഇടാനോ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഡോറ് തുറന്നപ്പോൾ ഇവന് ഭയങ്കര തണുപ്പായി. അപ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത അവൻ കരഞ്ഞു. അപ്പോൾ അവൻ തന്നെ ഗ്ലൗസിലോട്ടൊക്കെ കൈയിടാനും പിന്നെ ജാക്കറ്റൊക്കെ ഇടാൻ സമ്മതിച്ച്. പിന്നെ ഞങ്ങളിപ്പം പുറത്തിറങ്ങിയപ്പം
തണുപ്പ് ഇന്നലത്തെ കമ്പയർ ചെയ്യുമ്പം കുറച്ച് കുറവായിരുന്നു. ചിലപ്പം സ്നോഫോളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. എന്നാലും നല്ല തണുപ്പുണ്ട്. ഇന്നലത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവെന്ന്. പിന്നെ അതും അല്ലാതെ രാവിലെ വീണ സ്നോ ഒക്കെ അവർ ഓൾറെഡി ക്ലിയർ ആക്കിയായിരുന്നു, എല്ലാം എടുത്ത് കളഞ്ഞായിരുന്നു. പിന്നെ ഇപ്പം പുതുതായിട്ട് വീഴുന്ന സ്നോ ആണ്. അതാണെങ്കിൽ അവിടെയൊക്കെ മൊത്തത്തിൽ വെള്ളമൊക്കെ ആയിരിക്കുന്നത്. ഇപ്പോൾ സ്നോ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്ര ഡേഞ്ചർ ഇല്ല. എന്താ വെച്ചെങ്കിൽ തെന്നി എന്തായാലും വീഴത്തില്ല. സ്നോ ക്ലിയർ ചെയ്തപ്പം അവിടെ എല്ലാം ഇങ്ങനെ ഐസ് കെട്ടി വെള്ളമായി നിന്നിട്ട് അത് ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. ജിസു ആണെങ്കിൽ ഇറങ്ങി നടക്കണമെന്ന് ഭയങ്കര വാശിയാണ്. ഞങ്ങൾ എത്ര എടുത്താലും അവന് സമ്മതിക്കുന്നില്ല. അവന് ഈ സ്നോയിൽ ഇറങ്ങി നടക്കണമെന്ന്. പക്ഷേ അവന് ഈ ഒന്നാമത് ഈ ജാക്കറ്റും കുറേ ഈ ബൂട്ട്സൊക്കെ ഇട്ടിട്ട് അവന് നടക്കാൻ ഭയങ്കര പാടാണ്. ഇത് പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അവനുണ്ട്. പിന്നെ നമ്മൾ ഈ നാട്ടിൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന, നമ്മളവിടെ പോയി 4-5 ഡ്രസ്സൊക്കെ ഇട്ടെങ്കിൽ അത് ഭയങ്കര പാടും ബുദ്ധിമുട്ടൊക്കെയാണ്. അങ്ങനെ അവന് ഭയങ്കര വാശിയാണ് ഇറങ്ങി നടക്കണമെന്നൊക്കെ. പക്ഷേ ഇപ്പം ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ തെന്നിയിരിക്കും. പിന്നെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇപ്പം ഇങ്ങനെ വണ്ടി ഇന്നലെ പാർക്ക് ചെയ്ത് വെച്ച വണ്ടിയൊക്കെ എടുക്കാൻ തുടങ്ങി. ഫുള്ള് അവർ മറ്റേ ബ്രഷ് കൊണ്ടും പിന്നെ മോപ്പ് പോലത്തെ ഇതൊക്കെ കൊണ്ടാണ് അവരിങ്ങനെ കാറിനെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത്, സ്നോ ഒക്കെ കളയുന്നത്. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ക്ലിയർ ആക്കുന്നത്. Sisu? ഇപ്പം ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. 12 മണിയായി. തണുപ്പ് ഉള്ളതുകൊണ്ട് മഞ്ഞുള്ളതുകൊണ്ടാണ് നമ്മൾ ലേറ്റായിട്ട് ഇറങ്ങിയത്. പിന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതാണ് മെട്രോയുടെ മാപ്പ്. ഇപ്പം നമ്മൾ മെട്രോയിൽ കയറിയാലും ഇവിടെയും കൂടുതൽ എഴുതി വെച്ചിട്ടുള്ളത് അവരുടെ ലാംഗ്വേജിലാണ്. പിന്നെ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം പോകുന്നത് സിബക് സോയ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ഞങ്ങൾ ഇന്ന് 2 സ്ഥലത്തോട്ട് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഒന്ന് സെൻകോസ് കെത്രലാഡും പിന്നൊന്ന് കൊക്തോബെ, അങ്ങനെ പറയുന്ന 2 സ്ഥലത്തോട്ട് പോകാനാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങളിപ്പം സിബക് സോയിലെത്തി. പക്ഷേ ഞങ്ങൾ ഇന്നലെയും ഇതേ സെയിം സ്ഥലത്തോട്ടാണ് വന്നത് മെട്രോയിൽ കയറിയിട്ട്. പക്ഷേ നമുക്ക് ഇന്നലെ സ്ഥലത്തിൻ്റെ പേരൊന്നും അത്ര അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടും ഇല്ലായിരുന്നു. പിന്നെ ഇന്നാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വന്നത്, എവിടെ പോകണം, എവിടെ പോയാലും നമുക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്നൊക്കെ. ഇന്നലെ നോക്കുമ്പം ഇവിടെ എല്ലാ കടകളും എല്ലാം ഓപ്പൺ ആയിരുന്നു. ഇന്ന് മഞ്ഞ് കാരണം ഒരു കടയും ഓപ്പൺ ഇല്ല. ഞങ്ങളാണെങ്കിൽ ഈ സമയം വരെ ഒരു ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കണമെന്നിട്ട് ഞങ്ങൾ കുറേ നടക്കേണ്ടി വന്നു ഒരു ഫുഡിൻ്റെ കട കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നടന്നതിന് ശേഷം നമുക്കൊരു ഡോണർ കബാബിൻ്റെ ഒരു കട കണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിട്ട് ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ കബാബും പിന്നെ പെപ്സി അതുപോലത്തെയൊക്കെ വാങ്ങിച്ചു. പിന്നെ നെക്സ്റ്റ് കടയിൽ പോയിട്ട് നമ്മൾ കുറച്ച് സ്നാക്സ് ഐറ്റംസ് പോലത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അവിടുത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ആയിരുന്നു. ഇതിപ്പം സമൂസ പോലെയൊക്കെ ഉണ്ടതാണെങ്കിലും പക്ഷെ അതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സൊക്കെ വേറെ ആയിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമുക്കിപ്പം തണുപ്പ് കൂടിയതുകൊണ്ട് നമ്മൾ കോഫിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ചായ അത്ര ഇത് ചെയ്യുന്നില്ല, നമ്മൾ കൂടുതലായിട്ടും കോഫിയാണ് കുടിക്കുന്നത്. ഇത് കണ്ടോ, എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഈ സ്നോ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്ന കാണാൻ. പിന്നെ ഞങ്ങൾ നടന്നു പോകുന്ന സ്ഥലത്ത് മാത്രമില്ല, പിന്നെ അതുപോലെ തന്നെ ഈ റോഡും പിന്നെ നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്തൊക്കെ അവർ ക്ലിയർ ചെയ്തായിരുന്നു. എന്താ വെച്ചാൽ തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും സ്നോ ആയിട്ട് നിറഞ്ഞിരിക്കും. അങ്ങനെ ഇന്ന് നമ്മൾ ആദ്യമായിട്ടൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇപ്പം വന്നതാണ്. നമ്മളിപ്പോൾ ഇന്നലെ വന്നിട്ട് എന്നും സ്ഥലമൊന്നും കാണാൻ പോയിട്ടില്ല. ജസ്റ്റ് ഒരു മാർക്കറ്റിൽ പോയിരുന്നു, ഗ്രീൻ മാർക്കറ്റിൽ, ഇത് ജാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലാതെ വേറൊന്നും കാണാൻ ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ആദ്യൊരു സ്ഥലം കാണാനാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര മഞ്ഞ് ഭയങ്കര കൂടുതലാണ്. ഭയങ്കര മഞ്ഞ് വെച്ചാൽ ഭയങ്കര നല്ല രസമുണ്ട്.
അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്, സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഞങ്ങളിപ്പം വന്നിട്ടുള്ളത് സെൻറ്റ് കോസ് കത്തീഡ്രൽ എന്ന് പറയുന്ന ഒരു ചർച്ചിലോട്ടാണ്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ചർച്ച് ഫുള്ള് വുഡ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയത്, അല്ലാതെ ഇതിന് നെയിൽസോ അല്ലാതെ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഫുള്ള് വുഡ് കൊണ്ട് മാത്രമേ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു ചർച്ച്. പിന്നെ അതും അല്ലാതെ ഇത് മൊത്തത്തിൽ 56 മീറ്ററിൻ്റെ ടോളുണ്ട്, അത്രയും ഹൈറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇത് ലോകത്തിലെ സെക്കൻഡ് വുഡിലുണ്ടാക്കിയ ടോളസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത്. Хорошо, ты сокровища. Доброго дня, я твои соседи, белые медведи, спят твои соседи. ഞങ്ങളിപ്പം വന്ന് കയറിയത് ഇതിൻ്റെ ബാക്ക് ഗേറ്റിലൂടെയാണ്. എന്താ വെച്ചാൽ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ അവർ നമ്മളെ ബാക്ക് ഗേറ്റിലൂടെയാണ് വന്നിട്ട് വിട്ടിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്, ഈ ചർച്ചിൻ്റെ ഫ്രണ്ട്. നമുക്കിതിന് വേറൊരു റൂട്ടിലൂടെയും കൂടെ വരാം, ഫ്രണ്ടിലൂടെയും വരാൻ പറ്റും ബാക്കിലൂടെയും വരാൻ പറ്റും. പക്ഷേ അവർ വന്നിട്ട് ഡ്രോപ്പ് ചെയ്തത് ബാക്കിലായതുകൊണ്ട് ഞങ്ങൾ അതിലൂടെ കയറി വന്നു. ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് പ്രാവുകളുണ്ട്. പക്ഷെ എല്ലാം പാവം തണുത്തിട്ട് പറക്കാൻ പോലും പറ്റാതെ ഐസായിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക. അതിന് നടക്കാൻ പോലും പറ്റുന്നില്ല, അങ്ങനെ ഇരിക്കുക എല്ലാ പ്രാവും. ഒരുപാടുണ്ട്, പക്ഷേ ഇപ്പം നമ്മൾ അടുത്ത് പോയാൽ പോലും അതൊന്നും പറന്നു പോകുന്നില്ല, അത്രയും വയ്യ അതിന് തണുത്തിട്ട്. ഇന്ന് ഈ ചർച്ചിൻ്റെ ഡോർ അടിച്ചിട്ടിരിക്കുകയാണ്. ചിലപ്പം സ്നോഫോൾ ഉള്ളത് കൊണ്ടായിരിക്കും ആരെയും അകത്തോട്ട് വിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോയിട്ട് കാണാനോ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതാണ് ഇത് ചർച്ചിലോട്ട് പോകുന്ന എൻട്രൻസ്. ഓക്കെ, ഇവിടുന്നാണ് നമ്മൾ ചർച്ചിലോട്ട് പോകേണ്ടത്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഞങ്ങൾ വന്നത് ബാക്കിലൂടെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ട് വന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് ക്യാബ് വിളിച്ചിട്ട് വേണം നമുക്ക് കൊക്തോബയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൊക്തോബയുടെ വീഡിയോ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇതിപ്പോൾ ഈ വീഡിയോ തന്നെ കുറേ ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു, ബൈ. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.